ഹായ് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, രാവിലെ എഴുന്നേറ്റിൽ അടുക്കളയിലെ തിരക്ക്, പിന്നീട് ജോലിക്ക് പോകാനുള്ള ഓട്ടം, തിരിച്ചു വന്നാൽ വീണ്ടും വീട്ടുജോലികൾ, അതിനിടയിൽ കുട്ടി വന്ന് അമ്മേ അല്ലെങ്കിൽ അച്ഛ എന്നോടൊന്ന് കളിക്കാമോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഫോണിൽ നോക്കിക്കൊണ്ട് അമ്മക്ക് തിരക്കാണ് മോനെ, അവിടെ പോയി നീ ടി വി കണ്ടോ എന്നൊക്കെ പറയാറുണ്ടോ? രാത്രി കുട്ടി ഉറങ്ങിക്കഴിയുമ്പോൾ ഇന്ന് അവനോടൊന്ന് ഇരിക്കാൻ ഒട്ടും സമയം കിട്ടിയില്ലല്ലോ എന്നോർത്ത് നിങ്ങൾക്ക് വലിയ കുറ്റബോധം തോന്നാറുണ്ടോ? ഞാൻ സയ്യിദ് മുഹമ്മദ് ബഷീർ, ദുബായിൽ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചറായി ജോലി ചെയ്യുന്നു. വെൽക്കം ടു ടോയ് ടോക്സ്. പലപ്പോഴും നിരവധി അമ്മമാരിൽ നിന്ന് ഞാൻ കേൾക്കുന്ന വലിയൊരു സങ്കടമാണിത്. ഒരു സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചർ എന്ന നിലയിൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നൊരു കാര്യമുണ്ട്. കുട്ടിയുമായി നല്ലൊരു സ്നേഹബന്ധം, അതായത് ബോണ്ടിങ് ഉണ്ടാക്കാൻ നമ്മൾ മണിക്കൂറുകളോളം അവരുടെ കൂടെ ഇരിക്കണമെന്നില്ല. ദിവസവും വെറും 10 മുതൽ 15 മിനിറ്റ് പൂർണ്ണ മനസ്സോടെ അവർക്ക് മാത്രമായി നൽകിയാൽ മതി. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ജനനം മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികളോടൊപ്പം ദിവസവും 10 മുതൽ 15 മിനിറ്റ് കൊണ്ട് ചെയ്യാവുന്ന ക്വാളിറ്റി ടൈം ആൻഡ് ബോണ്ടിങ് ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് പ്രാക്ടിക്കൽ ഉദാഹരണത്തിലൂടെ നമ്മൾ നോക്കാൻ പോവുകയാണ്. വീഡിയോ മുഴുവനായി കാണുക. നമുക്ക് ആരംഭിക്കാം. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, കുട്ടി ഹാളിൽ കളിക്കുമ്പോൾ നമ്മൾ അവിടെ സോഫയിൽ ഫോണും നോക്കിയിരുന്ന് ക്വാളിറ്റി ടൈം അല്ല. ക്വാളിറ്റി ടൈം എന്നുള്ളത് ഫോണില്ലാതെ, ടി വി ഇല്ലാതെ, വേറെ ഒരു ചിന്തയുമില്ലാതെ നിങ്ങളുടെ പൂർണ്ണ ശ്രദ്ധ നമ്മുടെ കുട്ടിക്ക് മാത്രം നൽകുന്ന സമയമാണ്. അൺഇൻറ്ററപ്റ്റഡ് ഫോക്കസ് എന്ന് പറയും. ഈ സമയം കുട്ടികൾക്ക് അവരുടെ വൈകാരിക സുരക്ഷ നൽകുകയും അവരുടെ തലച്ചോറിൻ്റെ വികാസത്തിന് അടിത്തറയിടുകയും ചെയ്യുന്നു. ഇനി ഓരോ പ്രായത്തിലും എങ്ങനെ ബോണ്ടിങ് ഉണ്ടാക്കാമെന്ന് നോക്കാം. 1 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഈ പ്രായത്തിൽ സ്പർശനത്തിലൂടെയാണ് കുഞ്ഞ് സ്നേഹം തിരിച്ചറിയുന്നത്. അതുകൊണ്ട് തന്നെ എണ്ണ തേച്ചുള്ള മസാജ്, കുളിപ്പിക്കുന്നതിന് മുമ്പ് ഒരു 10 മിനിറ്റ് വെളിച്ചെണ്ണ ഉപയോഗിച്ച് പതുക്കെ മസാജ് ചെയ്യുക. അപ്പോൾ അവരുടെ കണ്ണിലേക്ക് നോക്കി സംസാരിക്കുകയും പാട്ട് പാടുകയും കൂടി ചെയ്താൽ അത് ഇരട്ടി ഫലം നൽകും. ഇത് കുഞ്ഞിന് വലിയ സുരക്ഷിതത്വം നൽകും. അടുത്തതായി ഒളിച്ചു കളി, പീ കേബു. ഒരു തുണി കൊണ്ട് മുഖം മറച്ചു പിടിച്ച് ദേ എന്ന് പറഞ്ഞ് മുഖം കാണിക്കുന്നത് കുഞ്ഞുങ്ങളെ ഒരുപാട് ചിരിപ്പിക്കും. ഇനി 1 വയസ്സ് മുതൽ 2 വയസ്സ് വരെയുള്ള പ്രായം, കുട്ടി നടക്കാനും ലോകം തിരിച്ചറിയാനും തുടങ്ങുന്ന പ്രായമാണിത്. ഒന്നാമതായി വാട്ടർ പ്ലേ. നിങ്ങൾ വൈകുന്നേരം ചായ കുടിക്കാൻ ഇരിക്കുമ്പോൾ കുട്ടിയെ കൂടെ ഇരുത്തി ഒരു വലിയ പാത്രത്തിൽ കുറച്ച് വെള്ളവും 2 ചെറിയ കപ്പുകളും കൊടുക്കുക. ഒരു കപ്പിൽ നിന്ന് മറ്റൊന്നിലേക്ക് വെള്ളം മാറ്റി കളിക്കാൻ അവരെ സഹായിക്കുക. വലിയ ചിലവില്ലാതെ ഈ കളിയിൽ നിങ്ങൾക്ക് അവരോടൊപ്പം ചേരുകയും ചെയ്യാം. രണ്ടാമതായി മിറർ പ്ലേ. കണ്ണാടിയുടെ മുന്നിൽ നിർത്തി മോൻ്റെ മൂക്ക് എവിടെ, ഏതായിരിക്കുന്നു മൂക്ക്, മോൻ്റെ കണ്ണെവിടെ, അത് അടക്കാൻ പറ്റുന്നുണ്ടോ, തുറക്കാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നതും ഒരു ബോണ്ടിങ് ആക്ടിവിറ്റി ആക്കി എടുക്കാം. ഇനി 2 മുതൽ 3 വയസ്സ് വരെയുള്ള പ്രായം, കുട്ടികളുടെ ഭാവന വർദ്ധിക്കുന്ന സമയമാണ്. ഈ സമയത്ത് കളി അവരെ നയിക്കാൻ വേണ്ടി അനുവദിക്കുക. അതായത് ചൈൽഡ് ലെഡ് പ്ലേ എന്ന് പറയും. ഡോക്ടർ കളി, അതായത് പ്രിറ്റൻഡ് പ്ലേ. നിങ്ങൾ ജോലി കഴിഞ്ഞു വന്ന് ക്ഷീണിച്ചിരിക്കുകയാണോ? സാരമില്ല, നിങ്ങൾ നിലത്ത് കിടന്നു കൊടുക്കുക. കുട്ടി ഒരു ഡോക്ടറായി വന്ന് നിങ്ങളെ പരിശോധിക്കട്ടെ. ഹലോ ഡോക്ടറെ, എനിക്ക് വയറുവേദനയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ അഭിനയിക്കുക. കുട്ടിക്കത് വലിയ സന്തോഷം നൽകും. ഇനി ബിൽഡിംഗ് ബ്ലോക്കുകൾ. ഒരുമിച്ച് ബ്ലോക്കുകൾ വെച്ചൊരു വീടുണ്ടാക്കുക. നിങ്ങൾ ഉണ്ടാക്കിയത് കുട്ടി തട്ടിപ്പൊളിച്ചാൽ ഒരിക്കലും ദേഷ്യപ്പെടരുത്. അവരോടൊപ്പം ചേർന്ന് പൊട്ടിച്ചിരിക്കാൻ ശ്രമിക്കുക. ഇനി 3 മുതൽ 5 വയസ്സ് വരെയുള്ള പ്രായം, കുട്ടി സ്വന്തമായി ചിന്തിക്കാനും കൂട്ടുകൂടാനും തുടങ്ങുന്ന പ്രായമാണിത്. കിച്ചൺ ഹെൽപ്പറാക്കി മാറ്റാം. നിങ്ങൾ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ കുട്ടിയെ മാറ്റി നിർത്തേണ്ട. കുറച്ച് ചപ്പാത്തി മാവ് അവർക്കും കൊടുക്കുക. അല്ലെങ്കിൽ കഴുകിയ പാത്രങ്ങൾ തുടച്ചു വെക്കാൻ അവരോട് പറയുക. നിങ്ങൾക്കത് വലിയ സഹായവും കുട്ടിക്കതൊരു കളിയുമാകും. അവസാനമായി ഹൈ ഹാൻഡ് ലോ ഓഫ് ദ ഡേ. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് കുട്ടിയോട് ചോദിക്കുക, ഇത് നിനക്ക് ഏറ്റവും സന്തോഷം തോന്നിയ കാര്യം എന്താണ്, അതുപോലെ ഏറ്റവും സങ്കടം തോന്നിയ കാര്യം ഏതാണ് എന്നൊക്കെ. ഇത് കുട്ടിയുടെ വികാരങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സഹായിക്കും. ഇനി ജോലിക്ക് പോകുന്ന അമ്മമാർക്കും അച്ഛന്മാർക്കും ഈ 15 മിനിറ്റ് എങ്ങനെ കണ്ടെത്താമെന്ന് നോക്കാം. രാവിലത്തെ 5 മിനിറ്റ്, കുട്ടിയെ വിളിച്ചുണർത്തുമ്പോൾ ദേഷ്യപ്പെട്ട് വിളിക്കാതെ പതുക്കെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് ഒരു പാട്ട് പാടി ഉണർത്തുക. ആ ദിവസത്തെ തുടക്കം തന്നെ മനോഹരമായിരിക്കും. വൈകുന്നേരത്തെ 5 മിനിറ്റ്, ജോലി കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങളുടെ ബാഗും ഫോണും മാറ്റിവെച്ച് നേരെ കുട്ടിയുടെ അടുത്തേക്ക് പോയി താഴെ ഇരുന്ന് അവരോടൊപ്പം വിശേഷങ്ങൾ ചോദിക്കുക. ആ 5 മിനിറ്റുകൾ അവരുടേത് മാത്രമായിരിക്കണം. അവസാനമായി രാത്രിയിലെ 5 മിനിറ്റ്, ഉറങ്ങുന്നതിന് മുമ്പ് ഒരുമിച്ച് കിടന്നൊരു ചെറിയ കഥ പറയുകയോ ബുക്ക് വായിക്കുകയോ ചെയ്യാവുന്നതാണ്. ഇനി ഒരു സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചർ എന്ന നിലയിൽ എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാനുണ്ട്. സെൻസറി ഇഷ്യൂസ്, ഓട്ടിസം അല്ലെങ്കിൽ സംസാരശേഷി കുറവുള്ള കുട്ടികൾക്ക് ഈ ക്വാളിറ്റി ടൈം വളരെ നിർണായകമാണ്. എന്നാൽ അവരെ നിർബന്ധിപ്പിച്ച് ഒരു കളിക്ക് വേണ്ടി ശ്രമിക്കുക. താല്പര്യങ്ങൾക്കനുസരിച്ച് അവരുടെ ലോകത്തേക്ക് നമ്മളായ രക്ഷിതാക്കൾ ഇറങ്ങിച്ചെല്ലുകയാണ് വേണ്ടത്. ഇനി നമ്മൾ സാധാരണയായി ചെയ്യുന്ന ചില വലിയ അബദ്ധങ്ങളുണ്ട്. ഒന്നാമതായി ഫോൺ സാന്നിധ്യം. കുട്ടി എന്തെങ്കിലും സംസാരിക്കുമ്പോൾ നാം ഫോണിൽ നോക്കി എന്ന് മൂളുന്നത് കുട്ടിക്ക് മനസ്സിലാകും തനിക്ക് പ്രാധാന്യം കിട്ടുന്നില്ല എന്ന കാര്യം.
രണ്ടാമതായി, വില കൂടിയ കളിപ്പാട്ടങ്ങൾ സ്നേഹമല്ല. നിങ്ങൾ സമയം കൊടുക്കുന്നതിന് പകരം 2000, 1000 ഒക്കെ രൂപയുടെ കാറ് വാങ്ങി നൽകിയാൽ അതൊരിക്കലും ക്വാളിറ്റി ടൈം ആകില്ല. കളിപ്പാട്ടങ്ങളെക്കാൾ അവർ ആഗ്രഹിക്കുന്നത് നമ്മളുടെ സാന്നിധ്യമാണ്. മൂന്നാമതായി, എപ്പോഴും ഞാൻ ബിസിയാണ് എന്ന് പറയാതിരിക്കുക. ഇത് കേട്ട് വളരുന്നൊരു കുട്ടി വലുതാകുമ്പോൾ അവർ അവരുടെ ലോകത്ത് ബിസിയായിരിക്കും. പിന്നീട് നമ്മൾ അവരെ സംസാരിക്കാൻ വിളിച്ചാൽ അവരെ കിട്ടണമെന്നില്ല. ഓർക്കുക, നമ്മൾ നൽകുന്ന പണമോ വില കൂടിയ ഉടുപ്പുകളോ അല്ല കുട്ടികൾ വലുതാകുമ്പോൾ ഓർത്തു വെക്കുക. അവർ ഓർക്കുന്നത് നമ്മളോടൊപ്പം ചിരിച്ച് കളിച്ച ആ നിമിഷങ്ങൾ മാത്രമാണ്. നിങ്ങൾക്ക് ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി ഞാൻ 0 to 5 years ക്വാളിറ്റി ടൈം ആൻഡ് ബോണ്ടിങ് ആക്ടിവിറ്റീസ് കാലണ്ടർ PDF തയ്യാറാക്കിയിട്ടുണ്ട്. ഇത് ആവശ്യമുള്ളവർ താഴെ കമൻറ്റ് ബോക്സിൽ ബോണ്ട് എന്ന് ടൈപ്പ് ചെയ്യുക. ആ PDF ലിങ്ക് ഞാൻ അയച്ചു തരുന്നതാണ്. അടുത്ത വീഡിയോ വളരെ രസകരമായ ഒന്നാണ്. ഇൻഡിപെൻഡൻറ്റ് പ്ലേ ഐഡിയ. അതായത് എപ്പോഴും നമ്മുടെ പിന്നാലെ നടക്കാതെ കുട്ടി ഒറ്റയ്ക്ക് കളിക്കാൻ എങ്ങനെ പഠിപ്പിക്കാവുന്നതാണ്. ഇനി ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ്, നാട്ടിൽ ഇപ്പോൾ കടുത്ത ചൂടുകാലമായതുകൊണ്ട് എനിക്കൊരു ഓർമ്മ വന്ന ഒരു കാര്യം കൂടി നിങ്ങളോട് പറയട്ടെ. എൻ്റെ ചെറുപ്പത്തിൽ ഉപ്പ എനിക്ക് ഒരുപാട് വില കൂടിയ കളിപ്പാട്ടങ്ങൾ വാങ്ങി തന്നിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ പോലൊരു ചൂടുകാലത്ത് ഉപ്പ ഞങ്ങൾ കുട്ടികൾക്കെല്ലാം 20 രൂപക്ക് വാങ്ങിക്കൊണ്ടുവന്ന കുഞ്ഞു വിശറികളും ഒപ്പം ഉപ്പയും ഉമ്മയും വലിയ വിശറികളും വെച്ച് രാത്രി ഞങ്ങളെ ഉറക്കാൻ വേണ്ടി ഒരുമിച്ച് വീശി തന്നതാണ് എൻ്റെ മനസ്സിൽ ഇപ്പോഴുള്ള ഏറ്റവും വലിയ ഓർമ്മ. അതാണ് ബോണ്ടിങ് ആക്ടിവിറ്റികളുടെ യഥാർത്ഥ പ്രശസ്തിയും ശക്തിയും. ഇത്ര മുതിർന്ന എനിക്ക് ഇന്നും ഈ ചൂടുകാലത്ത് ആ പഴയ വിശറിയുടെ കാറ്റിൻ്റെ ഓർമ്മകളിൽ നനഞ്ഞ് കുളിരാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഓർക്കുക, നമ്മൾ നൽകുന്ന പണമോ വില കൂടിയ കളിപ്പാട്ടങ്ങളോ കുട്ടികൾക്ക് വലുതാകുമ്പോൾ ഓർമ്മ വേണമെന്നില്ല. അവരുടെ ഓർമ്മകളിൽ തങ്ങി നിൽക്കാൻ നമ്മൾ അവർക്കൊപ്പം ചിലവഴിച്ച ചില ചെറിയ സ്നേഹനിമിഷങ്ങൾ മാത്രം മതി. നിങ്ങൾ കുട്ടിയോടൊപ്പം ചെയ്യാറുള്ള ഏറ്റവും പ്രിയപ്പെട്ട ബോണ്ടിങ് ആക്ടിവിറ്റി ഏതാണെന്ന് താഴെ കമൻറ്റ് ചെയ്യൂ. ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഹാപ്പി പേരൻറ്റിങ്.